ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് ഡേ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. രാവിലെ വീട്ടിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. കംപ്ലീറ്റ്ലി മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെജ് മീലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോശ, ഗീ റോസ്റ്റ്, ഇഡ്ഡലി, അതേപോലെ ഇവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഇവിടുത്തെ ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഹോർലിക്സ് ഇട്ട് പാല്, അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഹത്തയിലാണ് കേട്ടോ. ഹത്തയിലൊരു സുഹൈല ഡാമുണ്ട്. അവിടെ ഭയങ്കര അടിപൊളി ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടാണ് റീൽസ് കിടന്ന് കളിക്കുന്നത്. അപ്പം ഞാൻ 2 വീക്കായി ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് നമുക്കൊന്ന് പോവാം, എന്തായാലും അവിടെ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ അതിങ്ങനെ ഡിലേ ആയിപ്പോയി. വീക്കെൻഡ്സ് ആകുമ്പോൾ ഫാമിലിയൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഫാമിലി ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഓരോരോ തിരക്കുകളായി പോയിട്ടാണ്. എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ പോകണം, കാണണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറിയ ഒരു സമയമായിരുന്നു കേട്ടോ. വലിയ മഴയുള്ള ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു 1 വീക്ക് അതിനുള്ളിലാണ് ഈ ഒരു ഞങ്ങൾ പോയത്. അപ്പോൾ ഫ്രണ്ട്സിനെ ആരും കിട്ടൂല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇവിടെ ഒന്ന് പോകണം, ഈ ഒരു ഡാം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇക്കായും ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് വിടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏതായാലും ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഹത്തയിലേക്ക് ഒരു 1.5 മണിക്കൂറാണ് യാത്രയുള്ളത്. പോകുന്ന വഴിയൊക്കെ എന്തായാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ദുബായിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ദുബായ് ഒമാൻ ബോർഡറിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡാം വരുന്നത്. ഈ ഒരു സമയത്ത് ദുബായിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു തണുപ്പുള്ളൊരു സമയമാണ്. അപ്പോൾ ഹത്തയിലേക്ക് പോകുന്തോറും ഈ മലയോര പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ മഴയും തണുപ്പും എന്തായാലും കൂടുതലായിരിക്കും. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഹത്തയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിസ്കാരവും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് ഞങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പ്രെയർ ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒളു എടുക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു നിസ്കാര റൂമെല്ലാം ഓപ്പൺ ചെയ്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വണ്ടികളും ആളുകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയം ഒരു ഉച്ചയായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നല്ല കുറവാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കുറവായിരുന്നു. വാട്ടർഫോൾസ് ചെറിയ രീതിയിലുണ്ടെങ്കിലും കുറവാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും വെള്ളമില്ല. പിന്നെയാണ് മനസ്സിലായത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല ഹൈപ്പിൽ വെള്ളം വരിക എന്നുള്ളത്. ചെറിയൊരു വാട്ടർഫാൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത്. എന്നാലും അത്യാവശ്യം ആളുകൾ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത്രയും തണുപ്പുള്ളൊരു വെള്ളമാണ് കേട്ടോ. നമുക്ക് ദുബായിയുടെ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടായിരുന്നു. അവിടുത്തെ കാറ്റാണെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്. ഈ ഒരു സമയത്താണെങ്കിൽ കൂടി നല്ല ഒട്ടും വെയിലില്ലാതെ നല്ല തണുപ്പത്ത് പോയി നിൽക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞെങ്കിലും വെള്ളത്തിൻ്റെ തണുപ്പായിട്ട് അടുത്തേക്ക് പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് തണുത്ത വെള്ളമായിരുന്നു. ഞാൻ അത്രയും നിർബന്ധിച്ചെങ്കിലും പിള്ളേർ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഹാറൂൺ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നടന്നു. എന്നാലും വാട്ടർഫോൾസിൻ്റെ താഴേക്ക് ആരും പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കുളിക്കണം എന്നുള്ളത് ഒരു ഫർള് പോലെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് കുളിച്ചിറങ്ങിയിട്ടാ. ഈ ഒരു തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ടെൻഷനും ഒഴുകി പോകട്ടാ. അത്രയ്ക്ക് സുഖമായിരുന്നു. പക്ഷെ കുറേ നേരം ആലോചിച്ച് നിന്നിട്ടാ ഇറങ്ങണോ വേണ്ടേന്നുള്ളത്. കാരണം ആ ഒരു തണുപ്പ് അത്രയും ഭീകരമായിരുന്നു. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. വെറുതെ പോയി നോക്കി നിന്നാലും
ഈ ഒരു ഹാപ്പിനെസ് നമുക്ക് കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ഹാസിം അടക്കം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആൾ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കയറാത്ത ആളാണ്. കണ്ട ആൾ നോക്കി നിന്നിട്ട് ദേ വേഗം തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ മാത്രമാണ് കേട്ടോ ഇറങ്ങിയത്. ഇക്ക ഈ സമയത്ത് മിസ്സിങ് ആണ്. കാരണം 2 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ട്. ഫുഡൊന്നും വാങ്ങിക്കാതെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റുകളോ വാഷ്റൂമുകളോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള ഏരിയയോ കഫ്റ്റീരിയോ റെസ്റ്റോറൻറ്റ്സോ ഒന്നുമില്ലാത്ത ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഫുഡൊക്കെ വാങ്ങിയിട്ട് തന്നെ വേണം കേട്ടോ വരാനായിട്ട്. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർ എന്തായാലും ബഹളം ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ഇക്ക ഞങ്ങളെ ആക്കിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം അവിടെ കയറി ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഹംദാന് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ലല്ലോ. പിന്നെ ഫുഡ് കഴിച്ചാലാണ് പിന്നെ അടുത്തൊരു സമാധാനമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡും വെയിറ്റ് ചെയ്ത് സ്റ്റെപ്സിൻ്റെ അവിടെ ഇരുന്നപ്പോഴാണ് സ്റ്റെപ്സിലൂടെ വെള്ളം ഇറങ്ങുന്നത് ശ്രദ്ധിച്ചത് കേട്ടോ. എത്രയും നേരം ആ ഭാഗത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വെള്ളത്തിൻ്റെ സൗണ്ടും ഇവിടെ നിന്ന് വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഹാറൂനും മുകളിൽ വന്നപ്പോഴാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കംപ്ലീറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആസിമിനെ ഹാറൂൻ്റെ ഹംദാൻ്റെ അടുത്താക്കിയിട്ട് വേഗം മുകളിൽ വന്നു. കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോഴത്തേനും ഇവിടുത്തെ ഒരു തിരക്കും കാര്യമൊക്കെ കൂടിയിട്ടാണ്. കാരണം വൈകുന്നേരമായി, ഒരു 3:45-4 മണി സമയമായിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അതേ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടികളൊക്കെ അത് ഇങ്ങനെയാണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. 4 വീലർ അല്ലെങ്കിലും നോർമൽ വണ്ടിയാണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഈ ഒരു വെള്ളം അത് എന്തായാലും കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. റീൽസ് കണ്ട് കുറേ പേര് ആ വീക്കെൻഡ് തന്നെ വന്നെങ്കിലും ഇത്രയും വെള്ളമോ കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്ന സമയം അൽഹംദുലില്ലാ അത് കറക്റ്റ് ടൈം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് വരൽ ചെറിയൊരു റിസ്ക്കാണ് കേട്ടോ, നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ആ ഡാമിലും ഇറങ്ങി കുളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ സെക്യൂരിറ്റിയോ അങ്ങനെ ആരുമില്ല. നമ്മൾ നമ്മുടെ റിസ്കിൽ തന്നെ പോയി വരിക. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. നമ്മൾ നനഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സിലെ വെള്ളമൊക്കെ പോവും. അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ ആ സമയത്ത് ഇക്ക വന്നു. ഞങ്ങളെല്ലാവരും അവിടെ തന്നെ സൈഡിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ ഹൈപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇക്കാക്കും എന്തായാലും ഇറങ്ങണം. ഞാൻ പറഞ്ഞു ഇക്ക എന്തായാലും ഇറങ്ങാതെ നമുക്ക് പോകണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെള്ളത്തിൽ ഇറങ്ങാൻ വന്നതാണ് കേട്ടോ. പിള്ളേർ വണ്ടിയിൽ നല്ല ഉറക്കമാണ്. വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്നാൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും, അത്ര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഹാസിമും ഹാറൂനും വണ്ടിയിൽ ഉറങ്ങുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ വണ്ടിയുടെ അകത്തിരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ തന്നെ പറന്നു പോകും, ആ രീതിയിലുള്ള കാറ്റും തണുപ്പുമായിരുന്നു. മൂന്നാറിനേക്കാളും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു മണിക്കൂറത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് ചെറിയൊരു ഹിഡൻ സ്പോട്ട് പോലെ ഒരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ വഴി വന്നു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇത് ഈ ബാക്കിൽ കാണുന്നതാണ് ഒമാൻ ബോർഡർ കേട്ടോ. അവിടെ ശരിക്കും ചെറിയ ലേക്കുകൾ പോലെ കുറേ സ്പോട്ടുകളുണ്ട്. കുറേ അറബ്സും ഫാമിലിയൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ മഴയല്ല, എന്നാൽ ചെറിയ മഴയില്ല, ആ ഒരു രീതിയിൽ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും നമുക്ക് ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. ആ ഒരു സമയത്തെ ഈ
വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാല്ല എല്ലാ വർഷവും മഴയുള്ള സമയത്ത് എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റുമുള്ള ഏത് സ്ഥലവും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്ത് വന്നാലും ഉറങ്ങാതെ പിടിച്ചു നിൽക്കണ ഹാസിമാണ് കേട്ടോ. അവൻ ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അങ്ങനെ കുറേ നേരം ഓഫ് റോഡൊക്കെ വണ്ടി ഓടിച്ച് ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇക്ക കൊണ്ടുവന്നത് മന്തിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. കൊണ്ടുവന്ന ഫുഡ് ഫുള്ള് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരും നന്നായിട്ട് തന്നെ വിശന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോരുമ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 9 മണിയോടുകൂടിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ സൺഡേ പുറത്തിറങ്ങാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. കാരണം പിറ്റേ ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാറ്റർഡേ നൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയേനെ. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്ന് തന്നെ വാങ്ങി പോകുന്ന വഴിക്ക് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ദുബായിലിനി ഹത്ത സുഹൈല ഡാമിൽ പോവാത്ത ആളുകൾ എന്തായാലും ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോ. നല്ലൊരു ക്ലൈമറ്റിൽ, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.